ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ്. വിശേഷം എന്ന് വെച്ചാൽ വലിയ വിശേഷമൊന്നുമല്ല. ഇപ്പം ഞാൻ ടെറസിലാണ് ഉള്ളത്. എന്തിനാണ് ടെറസിൽ കയറിയെന്ന് ചോദിച്ചാൽ നമുക്ക് 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീറ്റ കൊടുക്കാൻ വന്നതാണ്. സോറി കേട്ടോ, 4 അല്ല 3, 4 ഉണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഒന്നിന് സുഖമില്ലാണ്ടായി, കാല് വയ്യായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും തീരെ വയ്യ. പിറ്റേന്നായപ്പോഴത്തേക്കും അത് ചത്തുപോയി. നമ്മളെന്തെങ്കിലും വളർത്തുന്ന സാധനം ചത്തുപോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ. അങ്ങനെ ഞാൻ കോഴീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ ഓട്ടയിൽ കൂടെ തലയിട്ടിരിക്കുക പുറത്ത് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തുറന്നപ്പോഴത്തേക്കും വേഗം അത് ഓടി പ്ലേറ്റിലേക്ക് ഇങ്ങനെ കൊത്തുന്ന കാണുമ്പോൾ സങ്കടമായിപ്പോയി കേട്ടോ. കാരണം അതിന് അത്രയ്ക്കും വിശന്ന് പോയെന്ന് തോന്നുന്നു. അതിൻ്റെ വെപ്രാളം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം വിശന്നിട്ട് ഇങ്ങനെ വെപ്രാളം കാണിക്കുമ്പോൾ ഒരു എന്തോ പോലെ തുറന്നു വിടാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതാ കോഴീൻ്റെ അടുത്തൊരാൾ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അവനിങ്ങനെ കോഴീൻ്റെ അടുത്തൊന്നും വരുമോ തൊടുകയൊന്നും ചെയ്തില്ല. അവന് ആ മണമൊന്നും ഇഷ്ടമല്ല. ലിയോയ്ക്ക് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. പിടിക്കാനൊക്കെ നോക്കും, പക്ഷേ കോഴി ഓടിക്കളയും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് താഴെ വെക്കാത്തതെന്ന് വെച്ചാൽ താഴെ വെക്കേണ്ട സൗകര്യവും കൂടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഉള്ളിക്കോട്ടയിൽ എന്ന സ്ഥലത്താണ് വെച്ചിരുന്നത്. ഇപ്പം ഞാൻ എടുത്തത് ആകാശത്തിൻ്റെ വ്യൂ കണ്ടിട്ടാട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് കറങ്ങി. പിന്നെ ഈ ഒരു കിടങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് അപ്പുറത്തെ വരുടെ കിടങ്ങാണ് കേട്ടോ പണിയെടുക്കുന്നത്. ഇത് കഴിഞ്ഞ മഴ സമയത്ത് ഇടിഞ്ഞു വീണതാണ്. നമ്മളന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് തന്നെ. അന്ന് നമ്മുടെ കാറിലെല്ലാം കാറിലെല്ലാം ഒരു കംപ്ലൈൻ്റൊക്കെ ആയായിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പഴയ വീട്ടിലെ അലമാരിയാണ്. അപ്പോൾ അതിവിടെ നമ്മൾ മേലെ വെച്ചിട്ടാണ് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തട്ടി തൂക്കിയിട്ടുണ്ട്. അങ്ങനെ വീടെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തി ഇവിടെ തുണി എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവളിവിടെ ആറിയിട്ടതെല്ലാം എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. എന്തായാലും വന്നതല്ലേ, ഒരു വീടിക്ക് ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബായ്.